കുറഞ്ഞ ചിലവിൽ ഒരു ദിവസം കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ KSRTC ബസ്സിൽ പോയിട്ട് കുറ്റാലം വാട്ടർഫോൾസും 5 ഫാൾസും അതുപോലെ നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടവും ഒക്കെ തന്നെ കണ്ടുവന്നാലോ? അപ്പോഴേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ യാത്ര തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം തിരുവല്ലയിൽ നിന്നാണ്. തിരുവല്ല ബസ് ടെർമിനലാണ്, KSRTC ബസ് ടെർമിനലാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിന്ന് ചെങ്കോട്ടയ്ക്ക് പോകുന്നത് കുറ്റാലം വാട്ടർഫോൾസ് കാണാൻ പോകുന്നത് ഈ വരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് കേട്ടോ. ഇത് കോട്ടയം ഡിപ്പോയുടെ വണ്ടിയാണ്. ഇത് ഏകദേശം 4:10 കോട്ടയത്തു നിന്ന് എടുത്തിട്ട് ഏകദേശം 5 മണിയോടെ എടുത്തിട്ട് ഇന്ന് 5:10 നമ്മുടെ തിരുവല്ലയിൽ വരും. കോട്ടയം ഡിപ്പോയുടെ ഇന്റർസ്റ്റേറ്റ് പെർമിറ്റുള്ള RPE 672 അശോക് ലൈലാൻഡിന്റെ ബസ്സാണിത്. KL 15A 1457. തിരുവല്ലയിൽ നിന്ന് ചെങ്കോട്ട വരെ ഏകദേശം 150 രൂപയുടെ അടുത്താണ് നമുക്ക് ടിക്കറ്റ് ആകുന്നത്. നമ്മുടെ ബസ് കോട്ടയത്ത് നിന്ന് 4:10 എടുക്കും. അതിനുശേഷം ചങ്ങനാശ്ശേരിയിലെത്തി അവിടെ നിന്നും തിരുവല്ലയിൽ ഏകദേശം 5 മണിയോടെ അടുത്തെത്തും. ശേഷം ചെങ്ങന്നൂർ, പന്തളം, അടൂര് വഴി പത്തനാപുരം, പുനലൂര്, തെന്മല, ആര്യങ്കാവ് വഴി ചെങ്കോട്ടയിലേക്ക് എത്തിച്ചേരുന്നത്. ചെങ്കോട്ടയും കഴിഞ്ഞ് തെങ്കാശിയിലാണ് നമ്മുടെ ബസ് സർവീസ് അവസാനിപ്പിക്കുന്നത്. ഏകദേശം 192 കിലോമീറ്റർ, ഏകദേശം 3.5-4 മണിക്കൂർ യാത്ര വരും. ഈ യാത്രയിൽ പുനലൂര് തൂക്കുപാലവും പശ്ചിമഘട്ട മലനിരകളും 13 കണ്ണറ പാലവും അങ്ങനെ ഒട്ടനവധി നിരവധി കാഴ്ചകൾ നമുക്ക് കണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു റൂട്ട് കൂടിയാണ്. പുനലൂര് കഴിഞ്ഞിട്ടാണ് കാഴ്ചകൾ ഏറെയും നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള കാഴ്ചകൾ ഏറെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കോട്ടയം മുതൽ അടൂര് വരെ സ്റ്റേറ്റ് ഹൈവേ 1 തുടർന്ന് കൊല്ലം തിരുമംഗലം നാഷണൽ ഹൈവേയിലൂടെ NH 744 പുനലൂര്, തെന്മല, ആര്യങ്കാവ് വഴി ചെങ്കോട്ടയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് പുനലൂര് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 50 കിലോമീറ്റർ ചെങ്കോട്ടയ്ക്കും അതുപോലെ തന്നെ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് 45 കിലോമീറ്റർ കൊല്ലത്തിനുമുണ്ട്. തിരുവനന്തപുരത്തിന് ഇവിടെ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പുനലൂര് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. ഈ പാലം കണ്ടോ? ഈ പാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന്റെ കുറുകെയാണ്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തൂക്കുപാലമാണ് കേട്ടോ. അത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പുനലൂര് തൂക്കുപാലം കല്ലടയാറിന്റെ തീരത്ത് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്നതാണ് പുനലൂര് KSRTC സ്റ്റാൻഡ്. അങ്ങോട്ടാണ് നമ്മൾ ആദ്യം ചെന്നെത്തുന്നത്. അതിനുശേഷം സ്റ്റാൻഡിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് ഇതേ വഴിയാണ് ചെങ്കോട്ടയ്ക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ ഈ കിടക്കുന്ന വഴിയെ പോയാൽ കൊല്ലം കൊട്ടാരക്കരയും, ഇവിടെ നിന്ന് ലെഫ്റ്റ് താഴോട്ട് നേരെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിനും എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇവിടെ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് നമ്മുടെ പുനലൂര് KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. വലിയൊരു ബസ് സ്റ്റാൻഡാണ് പുനലൂര് KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ധാരാളം സർവീസുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സ്റ്റാൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തെങ്കാശിയിൽ നിന്നും ചെങ്കോട്ടയിൽ നിന്നും ഒക്കെ കോഴഞ്ചേരിക്കും പത്തനംതിട്ടയ്ക്കും കോട്ടയത്തിനും കൊല്ലത്തിനും കൊട്ടാരക്കരയ്ക്കും ഒക്കെയുള്ള വണ്ടി പുനലൂർ എത്തിയിട്ടേ പോകത്തുള്ളൂ. എന്നാൽ തിരുവനന്തപുരത്തിനുള്ള വണ്ടി തെന്മല വഴി നേരെ തിരുവനന്തപുരം പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചരിത്രമുറങ്ങുന്ന പുനലൂരിന്റെ മണ്ണിലേക്ക് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന ബസ് KSRTC. ചെറിയൊരു ബ്രേക്കിന് ശേഷം നമ്മുടെ ബസ് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ സഞ്ചരിക്കുന്നത് നാഷണൽ ഹൈവേ 744 കൊല്ലത്തെയും കൊട്ടാരക്കരയും പുനലൂരിനെയും ഒക്കെ തന്നെ മലയോര മേഖലയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കല്ലടയാറിന്റെ കുറുകെ അന്നത്തെ മഹാരാജാവായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവായി ആയില്യം തിരുനാൾ പണി കഴിപ്പിച്ചിട്ടുള്ള തൂക്കുപാലമാണ് നമ്മൾ ഈ കണ്ടത്. 1880-കളിൽ ഇത് ഗതാഗതത്തിനായി പൂർണ്ണമായി തുറന്നു കൊടുക്കപ്പെട്ടു. ഇനി നമ്മൾ സഞ്ചരിക്കുന്നത് കൊല്ലം തിരുമംഗലം ദേശീയ ഹൈവേയിലൂടെയാണ്. നാഷണൽ ഹൈവേ 744 ശബരിമല സീസണൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, പുനലൂരിൽ നിന്നും ചെങ്കോട്ട തെങ്കാശി പോകുമ്പോഴേ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ധാരാളം കടകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അയ്യപ്പ ഭക്തന്മാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള സ്റ്റാളുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങ് ദൂരെ പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് ഇവിടെ നിന്നേ കാണാനായിട്ട് സാധിക്കും. വലിയൊരു കയറ്റമാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാതയിലുള്ളത്. ഇവിടെയുണ്ടല്ലോ മഞ്ഞ് മൂടിയ ഒരു പ്രഭാതം നമുക്ക് ഏറെ ആസ്വദിച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഈ പാതയിൽ ശബരിമല സീസൺ ആകുന്നുണ്ട് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുനലൂര് മുതലാണ് ഈ പാതയിലെ കാഴ്ചകൾ ഏറെയും ആരംഭിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളും താഴ്വാരങ്ങളും ജലസമ്പന്നമായ ജലസ്രോതസ്സുകളും തെന്മല എക്കോ ടൂറിസം പദ്ധതികളും തെന്മല ഡാമും ഡാമിന്റെ എൻട്രൻസ് ഗേറ്റും ഇതുകൂടാതെ തന്നെ പെരുന്തേനരുവി വാട്ടർഫോൾസിന്റെ എൻട്രൻസും എല്ലാം തന്നെ നമ്മൾ ഈ പോകുന്ന പാതയിലാണ്. ഇവിടെ എല്ലാം തന്നെ ബസ് സ്റ്റോപ്പുകളും ഉണ്ട്. നമുക്ക് അവിടെ ബസ്സിൽ വന്ന് ഇറങ്ങി കാഴ്ചകൾ ഏറെ ആസ്വദിച്ച് മടങ്ങാവുന്നതുമാണ്. എപ്പോഴും ഈ പാതയിൽ KSRTCയുടെയും TNSTCയുടെയും ഒക്കെ തന്നെ ബസ്സുകൾ ഇതുവഴി തേരാ പാര 5 മിനിറ്റ് 10 മിനിറ്റ് ഇടവിട്ട് സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബസ് കാത്തിരുന്ന
എന്ന് നമ്മൾ മുഷിയേണ്ടിയ യാതൊരുവിധ കാര്യവുമില്ല. ദേ നമ്മൾ ഈ മുന്നിലായിട്ട് കാണുന്നതാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്. ഇതിന്റെ എൻട്രൻസ് ഗേറ്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ തെന്മല ഡാം എന്നൊക്കെ പറയത്തില്ലേ, ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. റൈറ്റിലേക്ക് പോവുകയാണെങ്കിലുണ്ടല്ലോ അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തെ നിന്ന് കഴിഞ്ഞാൽ തെന്മല ഡാം, കല്ലട ഡാം നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ തന്നെ കാണാം. ഇതിപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് കാടിനകത്തൂടെയാണ്. ദേ നോക്കിക്കേ, എത്ര ഭംഗിയാണ് അല്ലേ. ആസ്വദിച്ച് കാടൊക്കെ ആസ്വദിച്ച് കണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ ചെന്നെത്തുന്നത് തെന്മലയിലേക്കാണ് കേട്ടോ. തെന്മല ജംഗ്ഷനിലേക്കാണ് നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് തെന്മല റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. ഈ കാണുന്ന ഇടത് സൈഡിലായിട്ട് ഈ കാണുന്ന ഈ വശത്ത് കാണുന്നതാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ യാത്രയിൽ റോഡിന് സമാന്തരമായിട്ട് തന്നെ റെയിൽവേ പാളവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന തെന്മല റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. തെന്മല റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷനും ഇടയിലായിട്ട് 13 കണ്ണറ പാലമാണ് നമ്മൾ ഈ കാണുന്നത്. ചരിത്ര പ്രശസ്തമായ നാരോ ഗേജ് റെയിൽവേ ലൈനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഈ പാലത്തിന് മുകളിലൂടെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി കേട്ടോ. ആ പാലമാണ് 13 കണ്ണറ പാലമാണ് നമ്മൾ ഈ കാണുന്നത്. 13 തൂണുകളാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് 13 കണ്ണറ പാലമെന്ന് അറിയപ്പെടുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരിക്കൽ നമുക്കിവിടെ ഇറങ്ങി ഇതിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ച ആസ്വദിക്കണം അല്ലേ. ഇന്നത്തെ എൻ്റെ യാത്ര കുറ്റാലത്തേക്കായതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. ഈ മിനി ബസ് ഇടയ്ക്ക് കയറിയില്ലായിരുന്നു, നല്ല രീതിയിൽ കാഴ്ചകൾ ആസ്വദിക്കായിരുന്നു. നമ്മളങ്ങനെ പാലരുവി വാട്ടർഫോൾസിലേക്ക് പോകുന്ന എൻട്രി ഗേറ്റിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഇപ്പം യാത്ര ചെയ്യുന്നത്. തിരിച്ചു വരുമ്പോഴേ ഞാൻ ഇവിടെ ഇറങ്ങുന്നുള്ളൂ കേട്ടോ. നേരെ കുറ്റാലം. അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. ഇപ്പോഴും നമ്മളുണ്ടല്ലോ ആര്യങ്കാവിനോട് അടുത്തിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ബസ് നിർത്തും കേട്ടോ. ഇവിടെ നിന്ന് വലത് സൈഡിലായിട്ട് റോസ്മലയ്ക്ക് പോകുന്ന വഴിയാണ് ഞാൻ കാണിക്കാം. കാണാൻ പറ്റത്തില്ല. ഇവിടുന്ന് അങ്ങോട്ട് റോസ്മലയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. രാവിലെ 6:30-ക്കും വൈകുന്നേരം 3:30-നുമാണ് റോസ്മലയിലേക്കുള്ള KSRTC ബസ്. ഏകദേശം 2 സർവീസുകൾ മാത്രമേ KSRTC ഇവിടേക്ക് നടത്തുന്നുള്ളൂ. ആര്യങ്കാവ് ശാസ്താ ക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് നമ്മുടെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനുള്ളത്. റോഡ് സൈഡിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത്. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് നമ്മളിപ്പം കണ്ട ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആര്യങ്കാവ് ചുരം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിലൂടെയാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത്. കേരളത്തെയും തമിഴ്നാടിനെയും വേർതിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾക്കുള്ളിലുള്ള സ്വാഭാവിക വിടവിനെയാണ് ചുരം എന്ന് പറയുന്നത്. ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ കേരളം കഴിഞ്ഞു. ഇതാണ് കോട്ടവാസൽ. ഇതാണ് നമ്മളിപ്പം കാണുന്നതാണ് കോട്ടവാസൽ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ തമിഴ്നാടായി. ഇവിടെയായിട്ട് കറുപ്പുസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. 1956 മുമ്പ് ഈ ചെങ്കോട്ട വരെ ഉണ്ടല്ലോ കേരളത്തിൻ്റെ അധീനതയിലായിരുന്നു. ഇപ്പം തമിഴ്നാടിൻ്റെ അധീനതയിലാണ് ഈ ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഇനി അങ്ങോട്ടുണ്ടല്ലോ തമിഴ്നാടാണ്. ചുരമിറങ്ങി താഴെ ചെല്ലുമ്പോഴേ അതിവിശാലമായ പച്ച പുതച്ച് നിൽക്കുന്ന പാടങ്ങൾ, നെൽപ്പാടങ്ങൾ ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് ഈ യാത്രയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗിയേറെ ആസ്വദിച്ച് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാനും സാധിക്കും കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുണ്ടല്ലോ ക്ലൈമറ്റ് മാറുകയാണ്. കോട്ടവാസലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം വരുന്നുണ്ട് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ഇവിടെ വണ്ടി ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല, നമുക്ക് വിട്ടു പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് എസ് വളവ് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ വളവ് തന്നെയാണ് കേട്ടോ. കൊല്ലത്തുനിന്ന് ട്രെയിനിൽ തിരുനെൽവേലിയൊക്കെ പോകുമ്പോഴും നമുക്ക് ഈ എസ് വളവ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. തെങ്കാശി ചെങ്കോട്ടയൊക്കെ പോകുമ്പോഴും നമുക്ക് ഈ എസ് വളവ് ട്രെയിനിലിരുന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് നല്ലൊരു അത്യാവശ്യം വലിയൊരു വളവ് തന്നെയാണ് എസ് വളവ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഇപ്പം വീതിയൊക്കെ കൂട്ടിയത് കൊണ്ട് അത്രയ്ക്ക് ബ്ലോക്കുകളൊന്നും തന്നെയില്ല. എന്നിരുന്നാലും ശബരിമല സീസണൊക്കെ അടുക്കുമ്പോഴത്തേക്കിന് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഒക്കെ തന്നെ വരാറുണ്ട് കേട്ടോ. അതൊക്കെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ പോലീസും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഈ റൂട്ടിൽ ധാരാളമായിട്ട് ലോറികളാണ് കാണാനായിട്ട് സാധിക്കുക. ലോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ വണ്ടികളില്ലേ, ട്രെയിലറുകളൊക്കെ തന്നെ പാറയൊക്കെ എടുക്കാനായിട്ട് വരുന്ന, കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ട്രെയിലറുകളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാതയിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ എസ് വളവ് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേ വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ട്. എത്ര ഭംഗിയാണ് ഇത് കാണാൻ നോക്കിക്കേ. അത്യാവശ്യം നല്ല വലിയൊരു ആൽമരം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ബസ് പുളിയറ, ഇത് തമിഴ്നാടിൻ്റെ ഒരു പ്രദേശമുണ്ട് കേട്ടോ, പുളിയറയിൽ നിർത്തിയിരിക്കുന്നത്. RTO ചെക്ക് പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നതല്ല, ഇത് ചായക്കടയാണ് കേട്ടോ, ഞാൻ മേടിച്ച ചായ മേടിച്ച കടയാണ്. ഈ കാണുന്നത് പുളിയറ RTO ചെക്ക് പോസ്റ്റാണ് കേട്ടോ. തമിഴ്നാടിൻ്റെ അധീനതയിലാണ് ഈ പ്രദേശം മൊത്തം വരുന്നത്. നമ്മുടെ ബസ്സിൽ എല്ലാവരും തന്നെ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മുടെ ബസ് ഇവിടെ നിർത്തിയിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞില്ല, നെൽപ്പാടങ്ങളും പശ്ചിമഘട്ട മലനിരകളും ഒക്കെ ഏറെ ആസ്വദിച്ചുകൊണ്ട് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മളിത് ഈ കാണുന്നത് കേട്ടോ. ബസ്സിലല്ലാതെ സ്വകാര്യ വാഹനങ്ങളിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇവിടെ ഇറങ്ങി കാഴ്ചകൾ ഏറെ കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കുന്നതാണ്. രാവിലെ ആണെങ്കിലും വൈകുന്നേരം സന്ധ്യാസമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറെ നേരം നിന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം, ഒരു ഭംഗിയാണ് ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഈ നെൽപ്പാടങ്ങളുടെയൊക്കെ ആ ഭംഗി ഏറെ ആസ്വദിച്ച് നിൽക്കാനായിട്ട് നമുക്ക് പറ്റും. അങ്ങ് ദൂരെ മഞ്ഞ് മൂടിക്കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്ത് ഭംഗിയാണ് ഇത് കാണാൻ അല്ലേ. അങ്ങനെ നമ്മൾ കാഴ്ചകൾ ഓരോന്നായി കണ്ടിട്ട് ഇപ്പം നമ്മൾ ചുരം ഇറങ്ങി താഴെ വന്നിരിക്കുകയാണ്. ഇനി തെങ്ങും തോപ്പുകളും നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ കടന്നിട്ട് നമ്മൾ ചെങ്കോട്ടയിലേക്ക് എത്തിച്ചേർന്നിരിക്കണേ. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ചെങ്കോട്ട ബസ് സ്റ്റാൻഡിന് മുമ്പിൽ, സ്റ്റാൻഡിൽ ബസ് രാവിലെ കയറില്ല കേട്ടോ, സ്റ്റാൻഡിന് മുമ്പിലായിട്ടുള്ള സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി. നമ്മൾ വന്ന ബസ് ഇനി ഇത് നേരെ പോകുന്നത് തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിലാണ് ഈ സർവീസ് അവസാനിക്കുന്നത്. തിരിച്ചു പിന്നെ നേരെ കോട്ടയത്തിന്. അങ്ങനെ നമ്മുടെ ബസ് എന്നെ ഇവിടെ ഇറക്കിയതിന് ശേഷം പോയി. എന്നെ മാത്രമല്ല ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങാനായിട്ട്. ഈ കാണുന്നതാണ് ചെങ്കോട്ട. ഇപ്പം സമയം ഏകദേശം 8:30 അടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കയറി ചെല്ലുന്നതാണ് ചെങ്കോട്ട ബസ് സ്റ്റാൻഡ് കേട്ടോ. നമ്മളിനി പോകുന്നത് കുറ്റാലത്തേക്കാണ് കേട്ടോ. സമയം ഒട്ടും തന്നെ കളയുന്നില്ല. വന്നപ്പോൾ തന്നെ TNSTCയുടെ ഒരു ബസ് കിട്ടിയിട്ടുണ്ട്. ഇതിന് കയറി നേരെ കുറ്റാലമാണ്. ഇത് കുറ്റാലം വഴി തെങ്കാശിക്ക് പോകുന്ന ഒരു ബസ്സാണ് കേട്ടോ. സമയം 8:26 ആയപ്പോഴത്തേക്കിനും എനിക്ക് ബസ് കിട്ടി. വന്നു പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. 10 രൂപയാണ് ചെങ്കോട്ടയിൽ നിന്ന് കുറ്റാലത്തേക്കിനാകുന്ന ടിക്കറ്റ്. ഇത് തുറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഗ്ലാസ് തുറക്കാനായിട്ട് സാധിച്ചായിരുന്നല്ലേ ഗ്രാമീണ കാഴ്ചകൾ ഏറെ കാണിച്ചു തരാനായിട്ട് കഴിഞ്ഞേനെ. ചെങ്കോട്ടയിൽ നിന്ന് കുറ്റാലത്തേക്കിന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അങ്ങനെ ഞാൻ കുറ്റാലത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വാട്ടർഫോൾസിന്റെ എൻട്രൻസിൽ വന്ന് ഇറങ്ങിയിരിക്കുക. അവിടെയായിട്ടാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് കേട്ടോ. അങ്ങ് ദൂരെയായിട്ടാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. ബസ് അങ്ങോട്ട് പോയി ഇവിടുന്ന് 600 മീറ്റർ മാത്രം, ഈ മുന്നിലൂടെ കിടക്കുന്ന കവാടത്തിലൂടെ 600 മീറ്ററേ ഉള്ളൂ കുറ്റാലം വാട്ടർഫോൾസിലേക്ക്. സമയം 8:50 അടുത്ത്. ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കണം കേട്ടോ. ഇവിടെ അടുത്തുണ്ടല്ലോ ധാരാളം കടകളുണ്ട്. അവിടെ കയറിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ കടയിൽ നിന്നാണ് ഞാൻ കഴിച്ചത്. ഞാൻ വലിയൊരു ദോശ തന്നെയാണ് ഞാൻ കഴിച്ചത്. ഏകദേശം 20 രൂപയായി ഒരു ദോശ കേട്ടോ. ഒറ്റ ദോശയും ഒരു ചായയും കുടിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് എൻട്രൻസിൻ്റെ അവിടേക്കാണ്. ഈ കാണുന്ന എൻട്രൻസിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് വലിയൊരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ കവാടം കൂടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയാണെങ്കിൽ വാഹനങ്ങൾ കയറുന്നതിനാവശ്യമായ ഫീ ഉണ്ട്. പാർക്കിംഗ് ഫീകളൊക്കെയാണ്, ഈ നിരക്കുകളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ചെറിയൊരു അരുവി കാണാൻ സാധിക്കുന്നില്ലേ, അതാണ് കുറ്റാലം വാട്ടർഫാൾസ് എന്നത്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഞാൻ വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇപ്പോഴ് നിലവിൽ അയ്യപ്പ സീസണാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ അയ്യപ്പ ഭക്തരും, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ അയ്യപ്പ ഭക്തരും കുറ്റാലം വാട്ടർഫാൾസ്, കുറ്റാലം വെള്ളച്ചാട്ടം ഒക്കെ കണ്ടിട്ടാണ് പോകുന്നത്. വരുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. കടകളൊക്കെ തന്നെ ഇരു സൈഡുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകളാണ് കുറ്റാലം വാട്ടർഫാൾസിലേക്ക് എത്തുന്നത്. വേനലായതിനാൽ വെള്ളം താരതമ്യേന കുറവാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് വെള്ളം അതിൻ്റെ സമ്പൽ സമൃദ്ധമായ ഒഴുകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് പോലീസ് ഹെഡ് പോസ്റ്റ് ആണ് കേട്ടോ. ജൂൺ, ജൂലൈ മാസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ കുറ്റാലം വാട്ടർഫോൾസിൽ നമുക്ക് കുളിക്കാനൊന്നും ഇറങ്ങാനൊന്നും സാധിക്കത്തില്ല. അതുപോലെ തന്നെ വെള്ളമായിരിക്കും എന്നാണ് പറയുന്നത്. കടകളൊക്കെ ഉണ്ട് കേട്ടോ. കേരള സ്റ്റൈല് വസ്ത്രങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യം വേണ്ട കളിപ്പാട്ടങ്ങളും എന്ന് വേണ്ട സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നായിട്ട് കുറ്റാലം മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ ഏറെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത്രയ്ക്ക് കടകളാണ് സഞ്ചാരികളെയും കാത്ത് ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങ് എത്തിയിരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന് ഏകദേശം അടുത്തെത്തിയിരിക്കുക. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം മാത്രമേ കാണാനായിട്ട് സാധിക്കൂ. നമുക്ക് ഈ ബ്രിഡ്ജിലേക്ക് കയറി നിൽക്കാം. ഈ ബ്രിഡ്ജിൽ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ
നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നൊരു കാഴ്ച പാറകളിൽ കൂടെയൊക്കെ ഏകദേശം 300-400 മീറ്ററിന് മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കാഴ്ചയുണ്ട്. എത്ര അതിമനോഹരമായ കാഴ്ചയാണ് അല്ലേ. കുറ്റാലം ജലസമ്പന്നമാകുന്നത് ഞാൻ പറഞ്ഞല്ലോ, ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാണ്. അങ്ങൊരു മരമൊക്കെ കാണാൻ നമുക്ക്. ഇതാണ് അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിലൊക്കെ വരണം. ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ, ഇവിടെ ആരെയും തന്നെ ഇറക്കുന്നില്ല കേട്ടോ. കുളിക്കുന്നതിന് അപ്പുറത്ത് സജ്ജീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകൾ ഒന്നും തന്നെ ഇറക്കുന്നില്ല. ഈ പാറയിലൊക്കെ വഴുക്കനുള്ളത് കൊണ്ടും കുഴികളൊക്കെ ഉള്ളത് കൊണ്ടുമാണ് ഇവിടെ എങ്ങും ആരെയും ഇറക്കാത്തത്. ഒരു ക്ഷേത്രമൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. വലിയൊരു ഏരിയ തന്നെ. അതുവഴി ലേഡീസിന് കുളിക്കാനുള്ള സ്ഥലവും ഇതുവഴി ഉണ്ടല്ലോ ജെൻസിന് വെള്ളത്തിൽ കുളിക്കാനുള്ള സ്ഥലവുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം തന്നെ അടുത്ത് പോയിട്ട് കാണാനായിട്ട് സാധിക്കും. വഴുക്കലൊക്കെ ഉണ്ട് പാറയിൽ, അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇവിടെ എങ്ങും തന്നെ ഇറക്കുന്നില്ല. കുഴികളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് വരികയാണെങ്കിലുണ്ടല്ലോ വെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാറകളിലൊക്കെ കൂടെ ഇങ്ങനെ തട്ടി ഒഴുകുന്നത് ഒരു ക്ഷേത്രമാണ്. വലിയൊരു ക്ഷേത്രം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന് താഴെയായിട്ടുണ്ടല്ലോ കുളിക്കടവുകളാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുളിക്കടവുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇത് കണ്ടോ, ഇത് ഒറ്റ കല്ലിലൊക്കെയാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. തൂണൊക്കെ ഒരു കല്ല് ഫുള്ള് ഒറ്റ കല്ലിലാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. പണ്ട് രാജഭരണ കാലത്തൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നതായിരിക്കാം. നോക്കിക്കേ എത്ര ഭംഗിയായിട്ടാണ് കൊത്തിയെടുത്ത് പണിഞ്ഞു വെച്ചേക്കുന്നത്. അവിടെ ആയിട്ടുണ്ടല്ലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഞാൻ വന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടോ, മലയാണ്, ചുറ്റും മലയാണ്. ഒരു റാ പോലെ ഒരു 3 മലകൾ നിൽക്കുന്ന രീതിയിൽ ആണ് നിൽക്കുന്നത്. അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്നത്. മുകളിലായിട്ട് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ പോകാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവിടെ വേലിയൊന്നും കെട്ടേണ്ട കാര്യമില്ല. അങ്ങ് ദൂരെയായിട്ട് കണ്ടില്ലേ കെട്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇതാണ് അതിൻ്റെ ആ കാഴ്ച അനുഭവം നമ്മളിലേക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് പോയിട്ട് കാഴ്ചകളേറെയും കാണാനായിട്ട് ശ്രമിക്കാം. അവിടെ നല്ല തിരക്കാണ്, നമുക്ക് കാണാൻ സാധിക്കും. കുളിക്കാനുള്ള ആളുകളുടെ തിരക്കാണ് നമുക്കിവിടെ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങ് ദൂരെയായിട്ട് കണ്ടോ കാണാം. നമുക്ക് അടുത്ത് ചെന്നിട്ടേ കാണാം. പ്രൊഹിബിറ്റഡ് തിങ്സ് ഇൻ ഫാൾസ് ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്നില്ല, എല്ലാം മാഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ഇങ്ങോട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിരാലും സൂക്ഷിച്ചൊക്കെ നടക്കണം. ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് അത്ര ഡേഞ്ചർ ഒന്നുമില്ല. വെള്ളം കൂടുതലാണെങ്കിൽ കുറ്റാലം വെരി വെരി ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോഴേ നമുക്ക് ഇടത് സൈഡിലായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചന്ദനമൊക്കെ ഇടാനുള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത് കണ്ടോ. അയ്യപ്പ ഭക്തരുടെ തിരക്കാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ. അടുത്ത് നമ്മളിങ്ങനെ തൊട്ടടുത്ത് വരെ വന്നു. ഇത്രയും തിരക്കുണ്ടെന്ന് നമ്മൾ അവിടെ നിന്ന് നോക്കിയാണെ നമുക്ക് മനസ്സിലായില്ലായിരുന്നല്ലേ. ഇവിടെയായിട്ട് പോലീസ് ഹെഡ് പോസ്റ്റും നമുക്കിവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണോ എത്ര ഹൈറ്റിലാണ് വെള്ളം വരുന്നതെന്ന്. കുറ്റാലത്തൊക്കെ എല്ലാ സമയത്തും ഉണ്ടല്ലോ ഇങ്ങനെ കുളിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെയായിട്ട് ഈ ഇടത് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് പുരുഷന്മാർ കുളിക്കുന്ന സ്ഥലമാണ്. ഈ ഇടത് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡിലായിട്ട് സ്ത്രീകളുടെ ഏരിയ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനെ തമ്മിൽ വേർതിരിച്ച് നടുക്കൂടെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം വേർതിരിച്ചിട്ടാണ് ഇവിടെ കുളിക്കാനായിട്ട് ഒരുക്കുന്നത്. ഇത് കണ്ടോ, ശിവലിംഗമൊക്കെയാണ് ഈ പാറയിൽ കൊത്തി വെച്ചിരിക്കുന്നത്. കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് അല്ലേ. തിരക്കില്ലായിരുന്നെങ്കിൽ തിരക്കുണ്ടോ, തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കിക്കേ, എല്ലാവരും തന്നെ ഈ കുറ്റാലം വാട്ടർഫോൾസിൽ കുളിക്കുന്നതിനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരു തിരക്കുണ്ട്. എന്നും ഇവിടെ കുളിക്കാൻ പറ്റില്ലല്ലോ, അത് തന്നെ. ഇപ്പം സമയം 9:30 അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ കുറ്റാലത്തിനോട് വിട പറഞ്ഞിട്ട് ഇറങ്ങിയാണ്. ഇനി നേരെ പോകുന്നത് ഐന്തരുവിയിലേക്കാണ്. ഐ ലവ് കുറ്റാലം എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കുറ്റാലം വാട്ടർഫോൾസ് വെള്ളച്ചാട്ടമൊക്കെ കണ്ടൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. ഞാൻ വന്ന ഈ വഴിയാണെങ്കിൽ ഞാൻ പോകുന്നത് ഈ അമ്പലത്തിൻ്റെ ഇതുവഴിയാണ് ഞാനിപ്പം പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ സൺകോണൂറാണ് കേട്ടോ. തത്തയല്ല, സൺകോണൂറിനെ വെച്ചിട്ടാണ് പക്ഷി ജ്യോതിഷം ചെയ്യുന്നത്. ട്രെയിൻഡായിട്ടുള്ള ബേഡാണ് സൺകോണൂർ എന്നറിയാറ്. നേരത്തെ തത്തയൊക്കെ ആയിരുന്നു, എന്നാലിപ്പോൾ അത് മാറിയിട്ട് സൺകോണൂറൊക്കെ ആയി. ക്ഷേത്രത്തിന് മുൻവശത്ത് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഉത്സവമാണെന്ന് തോന്നുന്നു കേട്ടോ. ക്ഷേത്രത്തിന് അകത്തെല്ലാം തന്നെ നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു ക്ഷേത്ര അന്തരീക്ഷം കൂടെയാണ് കുറ്റാലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്ഷേത്ര ഐതിഹ്യങ്ങളൊന്നും തന്നെ എനിക്കറിയത്തില്ല. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇവിടെ ഉത്സവമാണെന്ന് കേട്ടോ. അതിനാലാണ് ഇങ്ങനെയെല്ലാം അലങ്കരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇതുവഴി അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. ഇവിടെ നല്ല റഷാണ് കേട്ടോ. വർക്കിംഗ് ഡേയിലാണ് ഞാൻ വന്നതെങ്കിൽ പോലും ക്രിസ്മസ് വെക്കേഷനും ന്യൂ ഇയർ വെക്കേഷനും ഒക്കെ ആയതിനാലാണ് ഇത്ര തിരക്കെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്ന് കുറവാണ്, തമിഴ്നാട്ടിൽ നിന്ന് ഏറെ പേരാണ് കുറ്റാലത്തെത്തി
ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. അതിൽ കൂടുതലും അയ്യപ്പ ഭക്തരെയാണ് നമുക്ക് കാണാൻ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇത് ചുറ്റും നോക്കി എത്ര തിരക്കാണ് നമുക്കെന്ന്. ഒരു വൈകിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഈ തിരക്കൊക്കെ വളരെ വേഗത്തിൽ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ അങ്ങ് നിൽക്കാൻ പോലും സ്ഥലം കാണത്തില്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മേടിച്ചതാണ് കേട്ടോ, ഹലുവയാണ് കേട്ടോ. 20 രൂപയാണ് ചെറിയൊരു പാക്കറ്റിന് ആയിട്ടുള്ളത്. നല്ല ചൂട് ഹലുവയാണ്. ഇവിടെ ധാരാളം ഷോപ്പുകളൊക്കെ ഹലുവ വാങ്ങുന്ന ഇതുപോലുള്ള ഷോപ്പുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ റോഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഇനി 5 ഫാൾസിലേക്ക് പോകുന്നത്. ഐന്തരുവി ആ റൂട്ടിലാണ് പോവേണ്ടത്. ഇവിടെ നിന്നിട്ട് ടാക്സി കിട്ടും, അതുപോലെ തന്നെ ബസ് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കണം. നമുക്ക് ഇവിടെയാണ് ബസ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചോദിച്ച് നോക്കാം. ബസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിന് ഐന്തരുവിയിലേക്ക് പോകാൻ പറ്റും. സീസൺ ടൈമിൽ ഐന്തരുവിയിലേക്ക് ബസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുവഴിയാണ് പോവേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ച് നോക്കാം. ഐന്തരുവിയിലേക്ക് പോകാനായിട്ട് ഈ ഓട്ടോ പിടിക്കുകയാണ്. അങ്ങോട്ട് ബസ്സുകളൊന്നും തന്നെ ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സീസൺ ടൈമിൽ മാത്രമേ ബസ്സുള്ളൂ. ഇപ്പം ഒരു ഓട്ടോറിക്ഷ ഐന്തരുവിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് 200 രൂപയാകും. വൺ സൈഡ് 100 രൂപയാണ് ഇവർ വാങ്ങുന്നത്. സീസൺ ടൈമിൽ ഇത് ഇച്ചിരി കൂടെ കുറയും. പിന്നെ അതുപോലെ തന്നെ ഷെയർ ഓട്ടോകളൊന്നും തന്നെ ഇവിടെ ഇല്ല. നമ്മളൊരു ഓട്ടോ ഫുൾ എടുത്ത് പോവേണ്ടതായിട്ട് വരും. അതിനകത്ത് എത്ര പേരാണോ കയറുന്നത് അത്രയും പേരെയും കയറ്റി അവർ കൊണ്ടുപോകും. ചിലർ വെയിറ്റ് ചെയ്യും, ചിലർ വെയിറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഈ കാണുന്നത് ബോട്ട് ഹൗസ് ആണ് കേട്ടോ. സീസൺ ടൈമിൽ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളതാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ. ഈ ചേട്ടൻ്റെ പേര് മുത്തെന്നാണ് കേട്ടോ ഇദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഞാൻ വന്ന ഓട്ടോയാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഐന്തരുവി എന്ന് പറയുന്ന സ്ഥലം. വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങ് മുമ്പിലായിട്ട് ആ വഴി പോയാലാണ് വാട്ടർഫോൾസ് കാണാനായിട്ട് സാധിക്കുന്നത്, വെള്ളച്ചാട്ടം കാണാനായിട്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓട്ടോ സ്റ്റാൻഡുണ്ട്. കടകളൊക്കെ തന്നെയുണ്ട്. ഇവിടെ വലിയൊരു ഏരിയ തന്നെയാണ് പാർക്കിംഗ്. വലിയൊരു ആൽമരമൊക്കെ നിൽപ്പുണ്ട്, നല്ല രസമുണ്ട്. കച്ചവടക്കാരൊക്കെ ഏറെയുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോഴാണ് വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 5 ഫാൾസ് എന്ന് പറയും, ഐന്തരുവി എന്ന് പറയും. ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ലേഡീസിൻ്റെ കുളിക്കുന്നതിനുള്ള വാട്ടർഫോൾസിലേക്കും ഇത് ജെൻസിൻ്റെ ഏരിയയിലേക്കുമാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഈ വെച്ചേക്കുന്ന കോളാമ്പിയിലൂടെ തമിഴ്നാട് കാവൽത്തുറയുടെ പോലീസുകാരുടെ ഉണ്ടല്ലോ നിർദ്ദേശങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഇതാണ് 5 അരുവി. കണ്ടോ, 5 അരുവി കണ്ടോ, ഇതാണ് ഐന്തരുവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോളാമ്പിലൂടെ ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ വിളിച്ച് പറയുന്ന കാഴ്ച. അവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ കുളിക്കാനായിട്ട് പ്രത്യേക, അവിടെ ജെൻസാണ് കുളിക്കുന്നത്, അപ്പുറത്ത് ലേഡീസിന് കുളിക്കാനുള്ള പ്രത്യേക കടവുകളല്ല വാട്ടർഫാൾസിൽ കുളിക്കാനുള്ള വേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കും. ഇവിടെയായിട്ട് വെള്ളം ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു തടാകം പോലെ. ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ, ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നിറച്ചും വെള്ളമായിരിക്കും. ഈ ഫോൾസൊക്കെ നല്ല രീതിയിൽ തന്നെ, ഇവിടെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫോൾസിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാഴ്ചകളേറെ കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റും ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ. അങ്ങനെ 2 രീതിയിൽ കുളിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പോലീസുകാർ എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. 5 അരുവിയാണ് കണ്ടോ, നമുക്ക് കാണാൻ പറ്റും 5 വെള്ളച്ചാട്ടങ്ങൾ. ഇവിടെ കുളിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഐന്തരുവിയിൽ മിക്കപ്പോഴും കുളിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ വലിയ നിയന്ത്രണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എപ്പോഴും കുളിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞുള്ള അറിവ്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് കയറി ചെല്ലാം. അങ്ങനെ മുകളിലോട്ട് കയറി ചെല്ലുമ്പം നമ്മൾ കുറ്റാലത്ത് കണ്ട പോലെ ചന്ദനവും ഭസ്മവും ഒക്കെ തന്നെ ഇവിടെ വെച്ചൊരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞ് വരുന്നവർക്ക് മുഖമൊക്കെ നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി തോർത്തി ഭസ്മവും കുറിയൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അത് ഗ്ലാസ്സൊക്കെ നല്ല രീതിയിൽ കാണാം അല്ലേ. ഇപ്പോഴേ നമ്മളിവിടെ നിൽക്കുന്നില്ല, നമ്മൾ പോവുകയാണ്. ഓട്ടോ വെയിറ്റിംഗ് ആണല്ലോ. അത് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. തേങ്ങയ്ക്കകത്തുള്ള പൊങ്ങുണ്ടല്ലോ, പൊങ്ങാണ് ഈ വെച്ചിരിക്കുന്നത്, പൊങ്ങ്. അതുപോലെ തന്നെയുണ്ടല്ലോ ഇവിടെ ചക്കയുണ്ട് കേട്ടോ. ചക്കയും വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൊളയ്ക്കാണ് വില കേട്ടോ. അതുപോലെ തന്നെ ചാമ്പയ്ക്കുണ്ട്, പച്ച ചാമ്പയ്ക്കുണ്ട്. അതിനുണ്ടല്ലോ വിലയെന്ന് പറഞ്ഞാൽ 250 ഗ്രാമിന് 70 രൂപകളാണ് വിലയാകുന്നത്. അപ്പോഴേ ഇവിടെ വേറെ ഒന്നും തന്നെ കാണാനില്ല. എൻ്റെ ഓട്ടോ ചേട്ടൻ അവിടെ കിടപ്പട്ടെ. ഞാൻ ഓട്ടോയിൽ കയറി ഇനി നേരെ കുറ്റാലത്ത് നിന്ന് നേരെ തെങ്കാശിക്കോ ചെങ്കോട്ടയ്ക്കോ ബസ് പിടിക്കണം. അങ്ങനെ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ പോയ ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ നമ്പറാണ് ഈ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് മുത്തെന്നാണ് കേട്ടോ. ഐന്തരുവി വരെ നമുക്കായ തുകയെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോപ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓട്ടോ കിട്ടും. ഈ സ്റ്റോപ്പ് ഇവിടുന്ന് താഴോട്ട് പോകുന്ന, നമ്മൾ ആദ്യം പോയില്ല ഗോപുരം, കുറ്റാല ഗോപുരത്തിൻ്റെ അവിടേക്കാണ് പോയത്. ഇവിടെയാണെങ്കിൽ ചെങ്കോട്ടയാണ് ആ സൈഡ് കാണുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് 4 കിലോമീറ്ററാണ് ഐന്തരുവിയിലേക്കുള്ള 5 ഫാൾസിലേക്കുള്ളത്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ആ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ ഒക്കെ കിട്ടും. നമുക്ക് അതിൽ കയറി സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ കിട്ടും. അതിൽ കയറി അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. 200 രൂപയാണ് ഒരാൾക്കാവുന്ന തുകയെന്ന് പറയുന്നത്. ബസ് അങ്ങനെ കാത്തിരുന്നുണ്ട്. ഇത് തെങ്കാശിക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. അപ്പം ഈ സൈഡ് തെങ്കാശിയാണ്, തെങ്കാശിക്ക് പോകുന്നതാണ്. അപ്പോഴത്തേക്കിന് തെങ്കാശിക്ക് SRTCയുടെ ബസ്സാണ് കേട്ടോ. അപ്പോഴത്തേക്കിനുണ്ടല്ലോ
നമ്മുടെ ചെങ്കോട്ടയ്ക്ക് പോകുന്ന ബസ് ഭാഗ്യത്തിന് വന്ന്. അപ്പം അത്രയും ദൂരം കുറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നേരെ ചെങ്കോട്ടയ്ക്ക് വിടുകയാണ് കേട്ടോ. കൊച്ചൊരു മിനി ബസ്സാണ്, പച്ച കളറുള്ള. അപ്പോഴേ ഇതിൽ കയറി നേരെ ചെങ്കോട്ടയ്ക്ക് വിടുകയാണ്. SRTCയുടെ ബസ്സിൽ ഞാനുണ്ടല്ലോ തിരുമലക്കോവിലിൽ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ചാനലിലുള്ളതുമാണ് കേട്ടോ. അങ്ങനെയാണ് ആ ബസ് എനിക്ക് പരിചയം. അപ്പോൾ ഈ ബസ്സിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര ചെങ്കോട്ടയിലേക്ക് ഇനിയുള്ളത്. അങ്ങനെ ബസ്സിൽ കയറി. ബസ്സിലാണെങ്കിൽ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല വൈബ് മൂഡാണ് കേട്ടോ. 12 രൂപയാണ് ഈ ബസ്സിൽ ചെങ്കോട്ടയിലേക്ക് അയക്കുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത്. 12 രൂപ എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് കറങ്ങി ഉള്ളിലൂടെ ഗ്രാമങ്ങളിലൂടെയാണ്. അങ്ങനെ നമ്മൾ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മുടെ തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഞാനത് ചാടിക്കയറി. ഇനി ഒട്ടും താമസിക്കുന്നില്ല, ഏകദേശം 11 കാലോടെ അടുത്തു. ഇനി ഞാൻ അടുത്തതായിട്ട് പോകുന്നത് പാലരുവി വെള്ളച്ചാട്ടം കാണാനായിട്ട്. ബസ്സിൽ നല്ല തിരക്കാണ് കേട്ടോ. ടിക്കറ്റ് 36 രൂപയായി. പാലരുവി വെള്ളച്ചാട്ടത്തിന് അടുത്തുള്ള സ്റ്റോപ്പിൽ തന്നെ നമ്മുടെ ബസ് നിർത്തി കേട്ടോ. ഇനി കുറച്ച് നടന്ന് തൊട്ട് മുമ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എൻട്രൻസ് വരുന്നത്. പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസ് ആർച്ചാണ് ഈ കാണുന്നത്. പാലരുവി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പാലരുവി വാട്ടർഫോൾസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഒരു കാര്യം കാണിയാൽ ഇത് കണ്ടോ, ഒരു മയില് തൊട്ടടുത്ത്, എൻ്റെ തൊട്ടടുത്തായിട്ട് എനിക്കൊരു മയിലിനെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. കണി കൊള്ളാം അല്ലേ, ഭംഗിയുണ്ട് കാണാനല്ലേ. അപ്പം നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. നല്ല ഒരു കാടിനുള്ളിലൂടെ പോകുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. കൽത്തൂണുകൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് കാണും, വഴിയുടെ സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയോടെ അടുത്തു. ഏതായാലും പാലരുവി വെള്ളച്ചാട്ടത്തിന് പോയിട്ട് വന്നതിന് ശേഷം കഴിക്കാം. ഇവിടെയായിട്ട് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അഡൾട്ട് മുതിർന്നവർക്ക് 70 രൂപയാണ് ടിക്കറ്റിനാകുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 30 രൂപയും, സ്റ്റുഡൻസ് 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് 35 രൂപയും, വിദേശികളാണെങ്കിൽ 200 രൂപയാണ്. ബസ്സിൻ്റെ പാർക്കിംഗ് ഫീ ആണ് 200 രൂപ. മിനി ബസ്സിനും വാനും 150, ബൈക്ക് ഓട്ടോയ്ക്ക് 25, കാറ് ജീപ്പിനൊക്കെ 60 രൂപയാണ് റേറ്റ് എഴുതി വെച്ചേക്കുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെയുള്ള ഫീസ് ഉണ്ടല്ലോ, നമുക്ക് എൻട്രി ഫീസ് ആയിട്ടാണ് വരുന്നത്. ഇത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന കൗണ്ടർ മുകളിലാണ് കേട്ടോ. അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ വലതു സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. ഈ പാർക്കിംഗ് ഫീ അടയ്ക്കുന്നതും എല്ലാം ഒരിടത്ത് തന്നെയാണ്. ഈ ടിക്കറ്റ് ഇഷ്യൂയിങ് ടൈം വരുന്നത് 8 തൊട്ട് 4 വരെയും, വർക്കിംഗ് അവേഴ്സ് വരുന്നത് 8 തൊട്ട് 5 വരെയാണ്. ഈ പാർക്കിംഗ് ഫീയും അതുപോലെ തന്നെ ടിക്കറ്റ് എല്ലാം എടുക്കുന്ന കൗണ്ടർ മേളിലായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ATM ഉപയോഗിച്ചോ വേണം. ഇവിടെ പാർക്കിംഗ് ആണ്, ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഗൂഗിൾ പേയോ ATM ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഇനി ഇതേടെ ബസ് വേയിൽ വെയിറ്റ് ചെയ്യണം. അവിടെ നമ്മുടെ ബസ് വരും. അങ്ങനെ നമ്മൾ ബസ് വേയിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ബസ് വരും. ആ ബസ്സിൽ കയറിയിട്ട് ഈ പുറകിൽ കിടക്കുന്ന ഈ ബസ്സായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ദൂരം വരും പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക്. ഇവിടെ ഇങ്ങനെ ബസ്സിൽ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ നമുക്ക് ബസ് വന്നിരിക്കുകയാണ്. ഈ കണ്ട ആൾ മൊത്തം ഈ ബസ്സിൽ കയറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? SMLൻ്റെ ബസ്സാണ് കേട്ടോ. ഇത് പാലരുവി എക്കോ ടൂറിസം എന്നൊക്കെ നമ്മുടെ ബസ്സിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും കയറിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. വെക്കേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും പാലരുവി വെള്ളച്ചാട്ടം കാണാനായിട്ട് ഒത്തിരി ആളുണ്ട്. ഞാൻ അങ്ങോട്ട് പോയെണ്ണ കയറാഞ്ഞത് ലാസ്റ്റിൽ ഇത് വന്ന് കണ്ട് ആസ്വദിച്ച് പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോഴേ ബസ്സിൻ്റെ ലാസ്റ്റിലാണ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. അതും വിൻഡോ സീറ്റ് വലത് സൈഡിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസും വണ്ടിയുടെ ബാക്കിലായതുകൊണ്ട് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ കാടിന് അകത്തൂടി ഏകദേശം 4 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് വാട്ടർഫാൾസ് വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോഴേ നമ്മളും പോവുകയാണ്. അങ്ങനെ അവസാനം ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക്, ഇവിടെയാണ് ബസ് പാർക്ക് ചെയ്യുന്നത്, അവിടേക്ക് വന്നു. ഇതാണ് എൻട്രി. ഇത് ഈ കാണുന്ന ഒരു കഫേയാണ് കേട്ടോ. അവിടെ വന്നു നിർത്തി. ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് നമ്മളിവിടെ എല്ലാവരും തന്നെ ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഇറങ്ങാം. നമ്മൾ വന്ന ബസ്സാണ് കേട്ടോ, ഫോറസ്റ്റിൻ്റെ ബസ്സാണ്. ഈ ക്യൂ നിൽക്കുന്നുണ്ടോ, ഇത് ആ ബസ്സിലേക്ക് കയറാനുള്ളവരാണ്. ഇതാണ് ആ കഫേ, ഞാൻ പറഞ്ഞില്ലേ ആ കഫേയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുവഴി നേരെയാണ് നമുക്ക് പോവേണ്ടതായിട്ടുള്ള വഴി. നല്ല രീതിയിൽ തന്നെ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ പാകി നല്ല രീതിയിൽ വഴി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നടന്നു പോകുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമ്മളിവിടെ നേരിടേണ്ടതായിട്ട് ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, അത്യാവശ്യം വലിയ ഉയരത്തിൽ നിന്ന് തന്നെയാണ്
ഈ വെള്ളച്ചാട്ടം താഴോട്ട് പതിക്കുന്നത്. വെള്ളമുണ്ട് കേട്ടോ, കുറ്റാലത്തിനെക്കാട്ടിലും വെള്ളം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല പാല് പോലെ ഒഴുകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഫാമിലി ബാത്തിങ് ഏരിയ ആണ് കേട്ടോ ഈ താഴ്വശത്ത് വലത് സൈഡിലായിട്ട് കാണുന്നത്. ഇടത് സൈഡിലായിട്ട് മുകളിലായിട്ട് കാണുന്നത് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് റൂമുകളാണ് കേട്ടോ. നമുക്ക് ഈ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉയരത്തിൽ നിന്ന് വീഴുന്നത് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. സ്റ്റെപ്പ് കയറി അവിടെ ചെല്ലണമെന്നേ ഉള്ളൂ. കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അടിപൊളിയാണല്ലേ. ജൂൺ ജൂലൈ ഇത് കണ്ടോ, ഇവിടുന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗോപുരമുണ്ട്. അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് പാലരുവി വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ നിൽക്കുന്ന താഴെയാണ്. അപ്പം നമ്മൾ താഴെ കൂടി ഇങ്ങനെ ഇറങ്ങി ഈ കല്ലിനകത്തൂടെ പോയി മേളിൽ ചെന്ന് അവിടെ നമ്മൾ താഴേന്ന് കണ്ടില്ല, അവിടെ പോയിട്ട് വെള്ളച്ചാട്ടം കാണാം. ഇവിടെ ഉണ്ടല്ലോ കുളിക്കാനായിട്ട് പറ്റും കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിന് താഴെ കുളിക്കാനായിട്ട് പറ്റുമെന്നാണ് അറിഞ്ഞത്. എത്ര ഭംഗിയാണല്ലേ കാണാനായിട്ട്. പശ്ചിമഘട്ടത്തിലെ ഒരു വെള്ളച്ചാട്ടം കൂടെയാണ് നമ്മളിപ്പം കാണുന്നത്. ഇതുണ്ടോ, വലിയ പാറക്കല്ലുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഇതുവഴി സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതുവഴി ഇറങ്ങിപ്പോയിട്ട് നമുക്ക് കാണാം. കണ്ടോ, വെള്ളമുള്ള സമയത്ത് ഒരു ജൂൺ ജൂലൈയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഹെവി ആയിട്ടായിരിക്കും ഫാൾസ് വരുന്നത്, വെള്ളച്ചാട്ടം വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയതിന് ശേഷം മാത്രമേ എത്രത്തോളം ഉണ്ട് ഭംഗിയുണ്ടോ. ഏകദേശം ഒരു 300-400 അടി ഉയരത്തിൽ നിന്ന് കുത്തനെ പതിക്കുന്ന വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം ജൂൺ ജൂലൈ ആണെങ്കിൽ ഈ പാറകളൊന്നും കാണത്തില്ല. ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് ഈ പാറകളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുളിക്കുന്നത് വലിയൊരു തടാകം തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ നിപ്പുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണല്ലേ. പാല് പോലെ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു അരുവി, പാലരുവി അല്ലേ. ഇവിടെ ഒത്തിരി പേര് കുളിക്കുന്നുണ്ട്. വടമൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. വടമൊക്കെ കെട്ടി അതിലൊക്കെ പിടിച്ച് കയറിയിട്ടാണ് കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതുകൂടാതെ തന്നെ താഴെയും കുളിക്കുന്ന സ്പോട്ടുകൾ നമ്മൾ കണ്ടില്ലായിരുന്നു. അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെയാണ് ഇതിനായിട്ട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ നാച്ചുറലായിട്ടുണ്ടായ പോൺസാണ് അല്ലേ. ഇനി നമ്മൾ മുകളിൽ പോകണം. എന്താ, ആ ഗോപുരത്തിൻ്റെ അവിടോട്ട് പോകണം. അതാണ് ഇനി പോകേണ്ടതായിട്ടുള്ള സ്ഥലം. എത്ര മനോഹരമായ കുന്നുകൾക്ക് ഇടയിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം ഉത്ഭവിച്ച് ഉണ്ടായി വരുന്നതെന്നൊന്ന് നോക്കിക്കേ. അതിമനോഹരമായ കാഴ്ച അല്ലേ. കൂട്ടുകാരും ഫാമിലിയും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഗോപുരത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ സ്റ്റെപ്പൊക്കെ കയറി ഗോപുരത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇനിയും സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുന്നുണ്ടല്ലോ പാലരുവി വെള്ളച്ചാട്ടം കാണാൻ എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ. ഒരു സായം സന്ധ്യയ്ക്കൊക്കെ വരികയാണെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ. പാല് പോലെ ഒഴുകിയാണ്, അതും കുത്തനെ. നോക്കിക്കേ താഴോട്ട്. അവിടെ നമ്മൾ കണ്ട ആ പോണ്ടില്ല, നമ്മൾ നിന്ന ആ സ്ഥലമൊക്കെ നമുക്കിവിടെ ഇന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങ് ദൂരെ വരെ നമുക്ക് കാണാൻ, നമ്മൾ വന്ന വഴിയാണ് അങ്ങ് ദൂരെയായിട്ട് കാണുന്നത്. അതുവഴി കയറിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ അവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയാണ് നമ്മൾ അവിടെ ചെന്ന് നിന്ന് വിഷ്വൽസ് പകർത്തിയത്. അപ്പോൾ എത്ര മനോഹരമായ വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം എന്നറിയാമോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇനി ബസ് പിടിക്കണം. ഞാൻ അങ്ങനെ ബസ് റൈഡ് അവിടെ വന്നു കേട്ടോ. നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഇപ്പം ബസ് വന്നതേ ഉള്ളൂ. ഇതുപോലുള്ള ഒരുപാട് ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ്സുകളിലൊന്നും നമ്മൾ അഡീഷണൽ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. അപ്പ് ആൻഡ് ഡൗണ് 70 രൂപ. നമ്മൾ ആ എൻട്രി ഫീസ് എടുക്കത്തില്ല, ആ 70 രൂപ മുതിർന്നവർക്കും കുട്ടികൾക്ക് 30 രൂപയും പിന്നെ വിദ്യാർത്ഥികൾക്ക് 35 രൂപയെ ആകത്തുള്ളൂ. ആ റേറ്റ് തന്നെ ആവത്തുള്ളൂ കേട്ടോ. അപ്പം നല്ല തിരക്കാണ് ബസ്സിൽ. ഫ്രണ്ട് ഹോട്ട് സീറ്റൊക്കെ എപ്പോഴേ ആളുകൾ കൈയടക്കി. പതിവ് പോലെ ആ ലാസ്റ്റ് സീറ്റ് തന്നെ എനിക്ക് കിട്ടി കേട്ടോ. അതിൽ ഞാൻ തൃപ്തനാണ്. അതിമനോഹരമായ കാഴ്ച കണ്ട് ആസ്വദിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഇപ്പോഴേ ഞാൻ വന്ന ബസ്സാണ് ഈ കാണുന്നത്. നമ്മുടെ KSRTCയും ഇതുപോലെ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ ബോർഡ് വെച്ചൊന്നുമല്ല, ഇവിടുത്തെ ആവശ്യത്തിന് സർവീസ് നടത്തുന്നത്. ഇത് ബസ് ഫെയിലെ ക്യൂ ഉണ്ടോ, ഇത്രത്തോളം വലിയ ക്യൂ ആയി കേട്ടോ. ഇത്രത്തോളം വലിയ തിരക്ക് ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതാണ് ടിക്കറ്റ് കൗണ്ടറെ, മറക്കരുത്. അപ്പോഴേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ പോവുകയാണ്. ഈ കാണുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ബസ്സിൽ വേണം നമ്മൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയോടടുത്തു. ഇനി പോയിട്ട് കഴിയണം കേട്ടോ. എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ കുറ്റാലം വാട്ടർഫോൾസിനെക്കാട്ടിലും അതുപോലെ തന്നെ ഐന്തരുവിയെക്കാട്ടിലും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ പാലരുവി വെള്ളച്ചാട്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതായിരിക്കും? അങ്ങനെ നടന്ന് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ വന്നിരിക്കണേ. അവിടെ നിന്നാണ് തെങ്കാശിന്ന് വന്ന വഴിയാണ്. കൊല്ലത്തിന് പോകുന്ന വഴിയാണിത്. അവിടെയായിട്ടാണ് നമുക്ക് സ്റ്റോപ്പ് വരുന്നത്, ബസ് സ്റ്റോപ്പ് വരുന്നത്. ഇനിയും കഴിക്കണം. അവിടെയായിട്ട് ഒരു ഹോട്ടലുണ്ട്. അവിടെ കയറിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ശിവാസ് ഹോട്ടൽ കേട്ടോ. ഇവിടെ ഊണുണ്ട് കേട്ടോ. ഊണിന് മീനടക്കം 120 രൂപയാണ് ആകുന്നത്. നൈസ് ഊണെന്ന് പറഞ്ഞാൽ
നൈസ് സൂണാണ് ഇവിടെ. ശിവാസ് ഹോട്ടൽ നോട്ട് ചെയ്തു. നമ്മുടെ എൻട്രൻസിൻ്റെ പാലരുവി എൻട്രൻസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ശിവാസ് ഹോട്ടൽ വരുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് ബസ് പിടിക്കണം. ഈ വരുന്ന കോട്ടയം ബസ്സിനാണ് ഞാൻ തിരിച്ച് തിരുവല്ലയിലേക്ക് മടങ്ങുന്നത്. ഈ സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിനും പുനലൂർക്കും കൊല്ലത്തിനും ഒക്കെ കൊട്ടാരക്കരയ്ക്കും ഒക്കെയുള്ള ബസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോഴേ ഇവിടെ നിന്ന് തിരുവല്ലയ്ക്കാകുന്ന ടിക്കറ്റ് 137 രൂപയാണ്. പാലരുവി വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1:45 പാലരുവി വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് നമ്മുടെ തിരുവല്ലയ്ക്ക് 137 രൂപയാണ് ടിക്കറ്റ് ആവുന്നത്. ഇന്നത്തെ യാത്രയിൽ ബസ് ടിക്കറ്റും അതുപോലെ രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണവും അതിനുശേഷം നമ്മുടെ എൻട്രി ടിക്കറ്റ്, പാലരുവിയിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഉൾപ്പെടെ എനിക്ക് അയക്കുന്ന തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയിൽ താഴെ മാത്രമാണ്. ഇതാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്ന ബസ് എന്ന് പറയുന്നത്. കോട്ടയം ഡിപ്പോയുടെ KL15 A1813 ATC 10 കോട്ടയം ഡിപ്പോയുടെ അശോക് ലൈലാൻഡിന്റെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് കേട്ടോ. ഇന്റർസ്റ്റേറ്റ് പെർമിറ്റ് ഉള്ള ബസ് കൂടിയാണ് ഈ കാണുന്നത്. ഇതിന്റെ റൂട്ട് വരുന്നത് തെങ്കാശിയിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കോട്ട, തെന്മല, പുനലൂർ വഴി പത്തനാപുരം എത്തി അവിടെ നിന്ന് അടൂര്, പന്തളം, തിരുവല്ല വഴി കോട്ടയത്തേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.